നമസ്കാരം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലുമേ നമ്മളുടെ ഉള്ളിലെ ചിലതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഡിസോർഡർ ആയി കിടക്കുന്ന ചിലതിനെയൊക്കെ ഒന്ന് ഓർഡർ ആക്കി എടുക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തും. പക്ഷേ അതിൽ പലതും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി അഥവാ നടന്നാൽ തന്നെ 1-2 ദിവസത്തേക്കൊക്കെ നടക്കും. പക്ഷേ അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടി തന്നെ ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ ഒന്ന് ഹാപ്പി ആക്കാനും പീസ്ഫുൾ ആക്കാനും ഒക്കെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കുറച്ച് നേരത്തേക്കൊക്കെ അത് സാധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതും വീണ്ടും പഴയപടി തന്നെ ആവുന്നു എന്നുള്ളതും ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിനും മനസ്സിനും കേട് വന്നു പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. അതിന് നാം പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസും ചെയ്യേണ്ടതുമില്ല. എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് ഓർഡറിലാക്കിയെടുക്കാൻ ജീവിതത്തിൽ നല്ല വിധത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായും വരുന്നുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ റൊട്ടീൻ തകർന്നു പോകുന്നത്? നിങ്ങളുടെ മോട്ടിവേഷൻ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ മനസ്സ് വീണ്ടും പെട്ടെന്ന് അലങ്കോലമായി പോകുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമത്തെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രകൃതിയുടെ ആ നിയമം വേറൊന്നുമല്ല, ദ ലോ ഓഫ് എൻട്രോപ്പി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഡിസോർഡറിന്റെ നിയമമാണ്. ഓർഡറിലുള്ളതിനെ ഡിസോർഡറിലേക്ക് ആക്കുക എന്നുള്ളത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ വിശ്വസിച്ചേ തീരൂ. അതുകൊണ്ട് പ്രകൃതിയുടെ ഈ നിയമത്തിനെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയേ പറ്റൂ. ഈ നിയമം നമ്മളുടെ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നാം അംഗീകരിച്ചേ തീരുകയുള്ളൂ. എന്ന് വെച്ചാൽ ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമം നമ്മളുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നതാണ്. എന്ന് വെച്ചാൽ കേടുവന്നു പോവുക എന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്വാഭാവിക പ്രതിഭാസവും, എന്നാൽ കേട് വരാതെ ഒന്നിനെ നിലനിർത്തേണ്ടത് ബോധപൂർവം കഷ്ടപ്പെട്ട് നിലനിർത്തേണ്ട ഒന്നുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പാലിനെ ശ്രദ്ധിച്ചു നോക്കുക. പാലിനെ കേടുകൂടാതെ കുറച്ചധികം സമയം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായും അതിന് പ്രത്യേക പരിചരണം കൊടുത്ത് അതിനെ ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ ചൂടാക്കി സൂക്ഷിക്കേണ്ടി വരും. ഇതൊന്നും ചെയ്യാതെ പാല് കുറച്ചധികം സമയം പുറത്തു വെച്ചാൽ അത് തീർച്ചയായും കേടാകും, പിരിഞ്ഞു പോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതിപ്പോൾ പാല് മാത്രമല്ല, പച്ചക്കറികളായാലും മാംസാഹാരങ്ങളായാലും പഴവർഗ്ഗങ്ങളായാലും അങ്ങനെ എന്തു തന്നെ ആയാലും ശരി, അത് കേടുവന്ന് പോകാതിരിക്കാൻ പ്രത്യേക പരിചരണം കൊടുത്ത് ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കേണ്ടതായി വരും. ചിലതൊക്കെ ചൂടാക്കി സൂക്ഷിക്കേണ്ടി വരും, ചിലതൊക്കെ ഉണക്കി സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെ പലതും ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കേടുവന്നു പോകാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അത് വെറുതെ അങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി, തനിയെ കേടുവന്നു പൊക്കോളും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയും. നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റാൻ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, വെറുതെ ഇരുന്നാൽ മതി. എന്നാൽ മനസ്സിനെ പീസ്ഫുള്ളായി പവർഫുള്ളായി നിലനിർത്താൻ കോൺഷ്യസ് ആയി എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന നിലവാരം അത് ഉണ്ടാക്കിയെടുക്കാൻ കോൺഷ്യസ് ആയി ചില എഫേർട്ടുകൾ എടുക്കേണ്ടതായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രക്രിയയാണ് നമ്മൾ പരിഷ്കരിക്കൽ അല്ലെങ്കിൽ സംസ്കരിക്കൽ എന്ന് പറയുന്നത്. ശരിയല്ലേ? എന്തിനേയും പരിഷ്കരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സംസ്കരിച്ചെടുക്കുമ്പോഴാണ് അതിന് വാല്യൂ കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പീസ്ഫുള്ളായി മാറുന്നത്, എനർജറ്റിക് ആയി മാറുന്നത്, വ്യക്തിത്വമുള്ളവരായി മാറുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പരിഷ്കരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന സ്വർണത്തിന്റെ വിലയും അത് സംസ്കരിച്ച് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർണത്തിന്റെ വാല്യൂം രണ്ടും രണ്ടല്ലേ? എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കൾ അത് എന്തുമാവട്ടെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും. നമ്മൾക്ക് നമ്മളുടെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്, സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായും നമ്മളൊരു സാധന അല്ലെങ്കിൽ സ്വയപ്രയത്നം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഇടയ്ക്ക് നിർത്താനുള്ളതല്ല. നിർത്തിയാൽ ഒരു കാര്യം ഉറപ്പ്, വീണ്ടും പഴയ പോലെ തന്നെ ആയിത്തീരും. ഇതാണ് ശരിക്കും ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ഈ ലോ ഓഫ് എൻട്രോപ്പിയും നമ്മളുടെ
എഫർട്ടും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഈ സംഘർഷങ്ങൾക്ക് മുഴുവൻ കാരണമായി ഭവിക്കുന്നത്. പ്രകൃതി നമ്മളെ പഴയതുപോലെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളുടെ ഇച്ഛാശക്തി നമ്മളെ വീണ്ടും പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രകൃതി നമ്മളെ താഴേക്ക് വലിക്കും, അതേസമയം നമ്മളുടെ ഇച്ഛാശക്തി നമ്മളെ മുകളിലേക്ക് പോകാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പിടിവലിയാണ് ശരിക്കും നമ്മളുടെ മനസ്സ് അനുഭവിക്കുന്ന സംഘർഷം എന്ന് പറയുന്നത്. ഈ പിടിവലിയിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ഈ എൻട്രോപ്പിയുടെ പവർ എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ മുകളിലേക്കുള്ള ഒരു ഫോഴ്സ് നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് അയക്കുന്നതിന്റെ സയൻസ് എന്താണ്? ഭൂമിയുടെ സ്വാഭാവിക ഭൂഗുരുത്വാകർഷണ ശക്തിയേക്കാൾ വലിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതല്ലേ. ഭൂമിയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ആ വലിയ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഉള്ള ഫോഴ്സിനെ നമ്മൾ ഉപയോഗിച്ച് അതിനെ തോൽപ്പിച്ചാണ് നമ്മൾ ആ റോക്കറ്റ് അയക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ലോ ഓഫ് എൻട്രോപ്പിയും നമ്മളുടെ ഇച്ഛാശക്തിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നത്. നമ്മളുടെ ഉള്ളിലെ കോൺഷ്യസ് എഫർട്ടും എൻട്രോപ്പിയും തമ്മിൽ സ്ഥിരമായി ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏതാണോ ഹൈ ആയിരിക്കുന്നത് അത് വിജയിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയയിൽ നമ്മളുടെ ബ്രെയിനിന്, തലച്ചോറിന് വലിയൊരു റോളുണ്ട് എന്നതുകൂടി അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ മടിയന്മാരാക്കുക എന്ന സ്വഭാവത്തിലാണ് ഇരിക്കുന്നത്. മടി എന്നത് നമ്മളുടെ ബ്രെയിനിന്റെ ഒരു അജണ്ടയാണ്. അതിന് ബ്രെയിനിന് അതിൻ്റെതായ ഒരു കാരണവുമുണ്ട് കേട്ടോ. അതെന്താണെന്നല്ലേ പറയാം. ബ്രെയിനിന്റെ ഫംഗ്ഷനുകളിൽ അല്ലെങ്കിൽ ജോലികളിൽ, ഒരുപാട് ജോലികളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നമ്മളുടെ എനർജി സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ മനസ്സും ശരീരവും ഉപയോഗിച്ച് അമിതമായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി തീർന്നു പോകുമെന്നും അതുകൊണ്ട് നമ്മളുടെ എനർജി സേവ് ചെയ്യണമെന്നും നമ്മളുടെ ബ്രെയിനിനുള്ളിൽ ഒരു ഇൻബിൽഡ് പ്ലാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് വെറുതെ ഇരുത്തുക, മടി പിടിപ്പിച്ച് എന്നുള്ളത് ബ്രെയിനിന്റെ ഒരു അജണ്ടയാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞു വെച്ചതും പഠിച്ചു വെച്ചതും വെച്ച് നമ്മൾ സ്വയം ഒരു വിൽ പവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വിൽ പവർ പറയുന്നത് മടി പിടിച്ചിരിക്കുന്നത് തെറ്റാണ് എന്നാണ്. ഇതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ദൈവവും ആ ചെകുത്താനും. ഒരു പരിധിവരെ ഇത് തമ്മിലുള്ള യുദ്ധമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിപരമായ ഒരു തീരുമാനത്തിനോട് നമ്മൾ ആന്റി നാച്ചുറൽ ആയിട്ടുള്ള ഇച്ഛാശക്തി എന്ന കോൺഷ്യസ് എഫേർട്ട് കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ആ പ്രാകൃത സ്വഭാവത്തോട്, സംസ്കൃത സ്വഭാവത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ, എന്ന് വെച്ചാൽ പരിഷ്കൃതരായിട്ടുള്ള പ്രകൃതിയെ അടക്കി ഭരിച്ച് ശീലിച്ച മനുഷ്യൻ പ്രകൃതിയുടെ സ്വഭാവത്തിന് വിരുദ്ധമായി ഫൈറ്റ് ചെയ്തിട്ടാണ് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാക്കണം. ആ യുദ്ധം ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ സംഘർഷം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഘർഷത്തെ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇത്തരക്കാരുടേതാണ് വിജയം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം 4 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സംഘർഷവും മടിയും ഒക്കെ നമ്മൾക്കുണ്ടാകുമ്പോൾ അതിന് കീഴടങ്ങുന്നതിന് പകരം അത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കഷ്ടപ്പെട്ട് കീഴടക്കുക എന്നതിലാണ് വിജയം. അങ്ങനെ അത് ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല, മടിയാണ് എന്ന് സ്വയം തോന്നുമ്പോൾ എനിക്ക് സുഖം വേണ്ട, എന്നാലും ഞാനത് ചെയ്തിരിക്കും എന്ന് സ്വയം തീരുമാനിക്കുക. അപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം വിജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നേക്കാം, ജീവിതത്തിൽ ഉയരുന്നതും വിൽ പവറും ഉപയോഗിക്കുന്നതും ഒക്കെ ആന്റി നാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമാണോ എന്ന്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി വിരുദ്ധമായ ഒരു തീരുമാനത്തിലൂടെയാണോ? മടി മാറ്റൽ എന്ന് പറയുന്നത് ആന്റി നാച്ചുറൽ ആണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഈ പ്രകൃതിയും തലച്ചോറും ഒക്കെ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് അങ്ങ് പോയാൽ പോരെ, എന്തിനാണോ ഇതിനോട് യുദ്ധത്തിനിറങ്ങാൻ പോകുന്നത് എന്നൊക്കെ ചില മടിയന്മാർ പ്രത്യേകിച്ചും ചോദിച്ചേക്കാം. എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ചെയ്യുന്നതിൽ 90% ആന്റി നാച്ചുറലാണ്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആന്റി നാച്ചുറലാണ്. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾക്ക് വസ്ത്രമില്ലായിരുന്നു. ഈ ലോകത്ത്, ഈ പ്രകൃതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ അതിന് കൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പ്രകൃതി വിരുദ്ധമാണ്.
ലോകത്ത് ഒരു ജീവിയും ഭക്ഷണം കൂട്ടുകളുണ്ടാക്കി പാകം ചെയ്തല്ല ഭക്ഷിക്കുന്നത്. നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് വഴി മൊബൈൽ ഓർ ടാബ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണെങ്കിൽ അതും പ്രകൃതി വിരുദ്ധമാണ്. മനുഷ്യൻ ഒരു കാലത്തും തൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിരുന്ന ഒന്നും പ്രകൃതിക്കിണങ്ങിക്കൊണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ മനുഷ്യൻ ഈ രീതിയിൽ ജീവിക്കുന്നത് പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. പ്രകൃതിയുടെ നിയമത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും മേൽ തൻ്റെ ഇച്ഛാശക്തി എന്ന സ്വഭാവം ഉപയോഗിച്ച് പ്രകൃതിയെ ഇണക്കിയെടുത്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലാതെ പ്രകൃതിയെ അനുസരിച്ചുകൊണ്ടല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ എൻട്രോപ്പിയോടും തലച്ചോറിൻ്റെ ലേസിനെസ് റൂളിനോട് അനുസരണക്കേട് കാണിക്കുക, എന്നിട്ട് അതിനെ തോൽപ്പിച്ച് മുന്നേറുക എന്നുള്ളതല്ലേ ചെയ്യുന്നത്. അല്ല എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളൊരു പോരാളിയായി മാറിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഹൈ പ്രൊഫൈലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു വാരിയർ ആയി മാറും. അതല്ല ശരിക്കും വേണ്ടത്, നിങ്ങളൊരു വാരിയർ ആയി മാറുകയാണ് വേണ്ടത്. ശരിക്കും നമ്മളുടെ ഈ ലോകം വാരിയേഴ്സിനല്ല വാരിയേഴ്സിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഈ ലോകം അങ്ങനെയുള്ള ആളുകളുടേതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒന്നാമതായി കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. രണ്ടാമത് നിങ്ങളുടെ നിലവിലുള്ള ബിലീഫ് സിസ്റ്റം മോശമാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. മൂന്നാമതായി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ പവർഫുൾ ആക്കുക. നാലാമതായി പ്രവൃത്തികൾ അഥവാ സാധന നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ കർമ്മം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എൻട്രോപ്പി എന്ന് പറയുന്ന ചെകുത്താനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഇത്തരം അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം അടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.